ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ വീഡിയോയിൽ നമുക്ക് പലവർക്കും ഒരു കൺഫ്യൂഷൻ ഉള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് പറയാൻ പോണത്. അപ്പോൾ V1, V2, V3, V4, V5 എന്ന് നമ്മൾ എപ്പോഴും കേൾക്കാറുണ്ട്. പക്ഷെ ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളതൊക്കെ പലവർക്കും കൺഫ്യൂഷൻ ഉള്ള ഒരു ടോപ്പിക്കാണ് അല്ലേ. അപ്പൊ നമുക്ക് അതിനെ കുറിച്ച് നോക്കിയാലോ. V1 എങ്ങനെയാണ്, V2 എങ്ങനെയാണ്, V3, V4, V5 ഇതെന്താ സംഭവം, ഇത് എവിടെയാണ് ഉപയോഗിക്കുക, എങ്ങനെ ഇത് വെച്ച് സെന്റൻസ് മേക്കിംഗ് നമ്മൾ ചെയ്യണത്, ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ഇതിൽ ഞാൻ പറയുന്നുണ്ട്. ഓക്കെ, സോ നമുക്ക് തുടങ്ങാം. പേപ്പറും പേനയൊക്കെ ആയിട്ട് റെഡി ആയിട്ടിരിക്കാം. ഓക്കെ, സോ ആദ്യം തന്നെ മനസ്സിലാക്കാം, V1 എന്ന് പറയുന്നത് ബേസ് ഫോം ആണ്. നമ്മൾ ഒരു വേർബ്, ഒരു വേർബിനെ ഒരു മോഡിഫിക്കേഷനും കൊടുക്കാതെ ബേസ് ആയിട്ട് അത് മാത്രം എടുത്ത് എഴുതുന്നു. അതാണ് എന്ത് V1. ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയാം. നമുക്ക് എന്താണ് ഗോ എന്നൊരു വാക്ക് എടുക്കുക. ഗോ, V1, ഗോ. ഗോ എന്നുള്ള വാക്കിൽ ഒരു മോഡിഫിക്കേഷനും കൊടുക്കണില്ല. അപ്പോ ആ ഒരു ബേസ് ഒരു വേർബ് ഉണ്ടല്ലോ, ബേസ് ആ വാക്കിനെ എങ്ങനെ പറയാ, ഗോ എന്നല്ലേ, അതാണ് V1. ഓക്കെ, അത് നമ്മള് എന്താ പറയാ, സിമ്പിൾ പ്രസന്റ് ടെൻസിലാണ് ഉപയോഗിക്കുക. അതെന്താന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഇപ്പൊ ജസ്റ്റ് ഇത് മനസ്സിലാക്കിയാൽ മതി. V1 എന്ന് പറഞ്ഞാൽ ബേസ് ആണ്, നോ മോഡിഫിക്കേഷൻസ്, നത്തിങ്, ജസ്റ്റ് ആ വാക്ക്. അടുത്തത് V2. V2 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ സിമ്പിൾ പാസ്റ്റ് ടെൻസ് പറയാൻ ഉപയോഗിക്കുന്ന വാക്ക്. ഗോ എന്നുള്ളതിനെ നമ്മള് V2 എന്ന് പറയുമ്പോൾ ഗോയിനെ നമ്മൾ വേറെ വാക്കാക്കി മാറ്റണം. എന്നാൽ എല്ലാ വാക്കും അങ്ങനെയല്ല. ചില വാക്കുകൾ മാത്രം എന്താണ് ഒരു V2യിലേക്ക് മാറ്റുമ്പോൾ അങ്ങനെ തന്നെ പുതിയൊരു വാക്കായിട്ട് മാറ്റണം. ഓക്കെ, ഇവിടെ നോക്കിയേ, V2, ഗോയിന്റെ V2 എന്താണ്, വെന്റ് ആണ്. വെന്റ്, ഗോയിന്റെ V2 വെന്റ്. ഇനി അപ്പൊ എന്താണ്, സിമ്പിൾ പാസ്റ്റ് ടെൻസ് കാണിക്കാനാണ് വെന്റ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ V2 ഉപയോഗിക്കുന്നത്. ഇനി V3 എന്ന് പറയുന്നത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. V3 എന്താണ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. അതായത് ഗോയിന്റെ V3 എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഗോണാണ്, ഗോൺ. ഓക്കെ, അടുത്തത് നോക്കാം, V4. V4 എന്ന് പറഞ്ഞാല് ഈ ഗോ എന്നുള്ള വാക്കിന്റെ കൂടെ ing, ഗോയിങ്, ഇതാണ് ഗോയിന്റെ V4, ഗോയിങ്. ഇനി V5 എന്താണ്, ഈ ഗോ എന്നുള്ളതിന്റെ കൂടെ es ആഡ് ചെയ്തു, ഗോസ്. കണ്ടോ? അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത്, ഒരു വാക്ക്, ഒരു വേർബ് എടുത്തു കഴിഞ്ഞാൽ അതിനെ 5 രീതിയിൽ പറയാം. ആ 5 രീതികളുമാണ് ഈ V1 മുതൽ V5 വരെ പറയുന്നത്. ഗോ എന്നുള്ള വാക്കിനെ 5 രീതിയിൽ പറഞ്ഞതാണ് ഗോ. അത് പോയി എന്ന് പറയാനായിട്ട്, ഞാൻ ഇന്നലെ തിയേറ്ററിൽ പോയി എന്ന് പറയണമെങ്കിൽ എന്താക്കണം, അത് വെന്റ് ആക്കണം. ഗോയില് മോഡിഫിക്കേഷൻ വരുത്തണ്ട, പുതിയ വാക്ക് തന്നെയാണ് നമ്മൾ എടുത്തേനെ, വെന്റ്. ഇനി V3 എന്താണ്, ഗോൺ. V4 ഗോയിങ്, V5 ഗോസ്. ഇനി നമുക്ക് ഇത് വെച്ചിട്ടുള്ള സെന്റൻസ് മേക്കിംഗ് നോക്കാം. അപ്പോ നമ്മള് ആദ്യം തന്നെ ഞാനിവിടെ പറയാൻ പോണത് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ഈ പറയുന്ന ഗോ എന്നുള്ള ഒരു വേർഡ് വെച്ചിട്ടുള്ളതാണ് ഞാൻ ആദ്യം പറയാൻ പോണത് കേട്ടോ. ഗോയിന്റെ പല ഫോംസിൽ നമ്മൾ ഗോ എങ്ങനെയാണ് യൂസ് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാം. സോ ആദ്യം തന്നെ ഇവിടെ തന്നെ എഴുതാലോ. അപ്പൊ നോക്കിയോ, ഗോ നമ്മള് ഈ V1 എവിടെയാണ് ഉപയോഗിക്കുക, V2 എവിടെയാണ് ഉപയോഗിക്കുക എന്നായിരിക്കും നിങ്ങൾ ഇപ്പൊ ആലോചിക്കുന്നത്. ഇന്ന സ്ഥലത്ത് ആണ് ഉപയോഗിക്കേണ്ടത്, അതായത് ഒരു സ്ഥലത്ത് മാത്രം ഉപയോഗിക്കാവൂ എന്നല്ല കേട്ടോ നിയമം. പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കാം. ഓക്കെ, ഒരു സ്ഥലത്ത് മാത്രമല്ല ഇത് ഉപയോഗിക്കേണ്ടത്, പല സ്ഥലങ്ങളിൽ ഇത് ഉപയോഗിക്കാം. ഇനി മെയിൻ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത്, V1 ഉപയോഗിക്കുന്നത് സിമ്പിൾ പ്രസന്റ് ടെൻസ് പറയാനാണ്. അപ്പൊ നിങ്ങൾ ചോദിക്കും സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്താണ്? സിമ്പിൾ പ്രസന്റ് ടെൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എപ്പോഴും ചെയ്യണ കാര്യങ്ങൾ പറയാനായിട്ട് സിമ്പിൾ പ്രസന്റ് ടെൻസ് ആയിരിക്കും ഉപയോഗിക്കാം. അതായത് ഞാൻ എന്നും ജോലിക്ക് പോവാറുണ്ട്, അതെങ്ങനെയാ പറയാ, ഐ ഗോ ടു ഓഫീസ്. ഇപ്പൊ ഓഫീസിൽ പോകാറുണ്ടെങ്കിൽ ഐ ഗോ ടു ഓഫീസ് എവറി ഡേ. ഓക്കെ, അവിടെ ഞാൻ ഉപയോഗിച്ച ഏത് വാക്കാണ്, ഗോ ആണ്.
അപ്പോൾ എപ്പോഴും ചെയ്യണ കാര്യം, ഇപ്പൊ നിങ്ങൾ സ്കൂളിൽ എന്നും പോകാറുണ്ടെന്നാണെങ്കിലോ, ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. കണ്ടോ? അപ്പൊ എപ്പോഴും ചെയ്യുന്ന കാര്യം പറയാനായിട്ട്, എന്നും പോണ്ടല്ലോ. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ പറയാനായിട്ട് അവിടെ എന്താണ്, ഗോ ആണ് ഉപയോഗിക്കേണ്ടത്. അതേപോലെ സിമ്പിൾ പ്രസന്റ് ടെൻസ് എവിടെയൊക്കെ ഉപയോഗിക്കണം എന്നുള്ളത് ഞാൻ ഇതിനെ പറ്റി വേണമെങ്കിൽ ഒരു വീഡിയോ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് അല്ലെങ്കിൽ ഇപ്പൊ ഇതിപ്പോ നമ്മൾ അങ്ങോട്ടേക്ക് ഡിവിയേറ്റ് ചെയ്ത് ആ വഴി പോകും ഞാൻ. സോ ഇതിൽ നിന്ന് നമുക്ക് ഇത് തന്നെ നിൽക്കണമെങ്കിൽ ഇതാ ശ്രദ്ധിച്ചോ. ഓക്കെ, ഇവിടെ ഗോ എന്നുള്ള വാക്കുണ്ട്. ഇത് വെച്ചിട്ട് ഒരു സെന്റൻസ് പറയണം. നോക്കാം. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. ഐ ഗോ ടു സ്കൂൾ എവറി ഡേ. അവിടെ ഗോ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്തത്. ഓക്കെ, ഇനി വെന്റ് എന്നുള്ളതിന്റെ നമുക്ക് നോക്കാം. വെന്റ് എന്ന് പറയുമ്പോൾ പാസ്റ്റ് ആണ്. നോക്കി, ഞാൻ ഇന്നലെ പാർക്കിൽ പോയി. അതെങ്ങനെയാ പറയാ? ഐ വെന്റ് ടു ദ പാർക്ക് യെസ്റ്റർഡേ. അതായത് നമ്മൾ പോയി കഴിഞ്ഞെങ്കിൽ, പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു എന്നാണെങ്കിൽ പിന്നെ നമ്മൾ എന്താക്കണം, അത് പാസ്റ്റ് ടെൻസ് ആക്കണം. കംപ്ലീറ്റഡ് ആക്ഷനെ V2 വെച്ചിട്ട് വേണം എഴുതാൻ. അതായത് ഗോയിന്റെ കേസിൽ എന്താണ്, പോയി എന്ന് പറയും. നിങ്ങളിത് ഓർത്തോ, ഞാൻ ഇന്നലെ പള്ളി പോയി എന്ന് പറയുമ്പോൾ ഐ വെന്റ് ടു ദ ചർച്ച് യെസ്റ്റർഡേ. കണ്ടോ? അവിടെ വെന്റ് ടു ആക്കണം. ഗോയിൽ വേറെ ഒരു മോഡിഫിക്കേഷനും ചെയ്യരുത്. ഡയറക്റ്റ് ആയിട്ട് വെന്റ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കേണ്ടത്. നമുക്ക് എപ്പോഴും വേണ്ടി വരുന്ന ഒരു വാക്കാണ് ഈ വെന്റ് കേട്ടോ. അപ്പൊ വെന്റ് ടു ദ പാർക്ക്, ഐ വെന്റ് ടു ദ ചർച്ച്, ഐ വെന്റ് ടു ദ മോസ്ക്. ഓക്കെ, പോയെങ്കിൽ വെന്റ് ടു എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക. ഇനി അടുത്ത് നോക്കിയേ, V3 ആണോ, ഗോൺ. V3 ഉപയോഗിക്കുമ്പോൾ നമുക്ക് ഹാസ് ഉപയോഗിച്ചിട്ട് ഗോൺ ഉപയോഗിക്കാം, ഹാഡ് ഉപയോഗിച്ചിട്ട് ഗോൺ ഉപയോഗിക്കാം. അതേപോലെ ഹാവ് ഉപയോഗിച്ചിട്ടും ഈ പറയുന്ന V3 ഉപയോഗിക്കാം. ഹാവ് പ്ലസ് V3, ഹാസ് പ്ലസ് V3, ഹാഡ് പ്ലസ് V3. ഇതൊക്കെയാണ് കോമൺ ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. ഇതല്ലാതെ V3 ഉപയോഗിക്കാൻ പാടില്ല എന്ന് ചോദിച്ചാൽ ഉപയോഗിക്കാം. പക്ഷെ മോസ്റ്റ് നമ്മൾ എന്താ പറയാ, കൂടുതലും ഓഫൻ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്, ഈ പറയുന്ന ഹാസിന്റെ കൂടെ അല്ലെങ്കിൽ ഹാവിന്റെ കൂടെ അല്ലെങ്കിൽ ഹാഡിന്റെ കൂടെ ആണ്. ഇനി നമുക്ക് ഗോണിന്റെ ഒരു എക്സാമ്പിൾ നോക്കാം. ഇപ്പൊ നോക്കിയേ, ഷീ, ഞാൻ പറഞ്ഞല്ലോ എവിടെയൊക്കെ ഉപയോഗിക്കാം പറഞ്ഞത്, ഹാസിന്റെ കൂടെ ഉപയോഗിക്കാം, ഹാഡിന്റെ കൂടെ ഉപയോഗിക്കാം, ഹാഡിന്റെ കൂടെ ഉപയോഗിക്കാം. ഇവിടെ നമ്മൾക്ക് ഹാസിന്റെ കൂടെയാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ, അതായത് നമ്മളിപ്പോ ഒരു പ്രവൃത്തി ചെയ്ത് കഴിഞ്ഞു, പക്ഷെ ആ പ്രവൃത്തിക്ക് ഇപ്പോ ഉള്ള ഒരു ഇതിനോട് കണക്ഷൻ ഉണ്ട്. മനസ്സിലായോ? അതായത് നമ്മൾ ഓൾറെഡി ചെയ്തു ഒരു കാര്യം, അതിന് ഇപ്പോഴത്തെ ഒരു ലൈഫിനോട് കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. ഇപ്പോഴായിട്ട് നമ്മൾ ആ പ്രവൃത്തിക്ക് ഇപ്പോഴും ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഈ പറയുന്ന ഹാസ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ആണ് ഉപയോഗിക്കുക. ഹാസ് ആരുടെ കൂടെ, ഷീ, ഹി, ഇറ്റ് അങ്ങനെ സിംഗുലർ ആയിട്ടാണെങ്കിലാണ് ഹാസ്, അല്ലെങ്കിൽ IUVയുടെ കൂടെ ആണെങ്കിൽ ഹാവ് ആണ്. സോ ഇവിടെ നോക്കിയാൽ അങ്ങനത്തെ കേസിലാണ്, അതായത് നമ്മൾ ഓൾറെഡി ഒരു കാര്യം ചെയ്തു, അതിന് ഇപ്പോഴത്തെ ഒരു ലൈഫിനോടും കണക്ഷൻ ഉണ്ടെന്നാണെങ്കിൽ അവിടെ നമ്മൾ എന്താണ് ഈ പറയുന്ന ഹാസ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ഉപയോഗിക്കണം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. അവള് 5 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. അതിന് ഇപ്പോഴത്തെ ഒരു ഇതിനോട് കണക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കുക. അവൾ 5 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു പോയേക്കുന്ന കാര്യത്തിന് ഇപ്പോഴത്തെ ഒരു, അതായത് നീ എവിടെയെങ്കിലും പോയിട്ടുണ്ടോ, ഞാനൊരു 4-5 രാജ്യങ്ങളിൽ പോയിട്ടുണ്ട്. കണ്ടോ ഒരു കണക്ഷൻ കണ്ടോ? സോ അങ്ങനെയുള്ള കേസിലാണ് ഈ പറയുന്ന എന്താ ഹാസ് പ്ലസ് V3 ഉപയോഗിക്കുക. ഇവിടെ നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. ഷീ ഹാസ് ഗോൺ ടു 5 countries, 5 different countries. 5 ഡിഫറെന്റ് ആയിട്ടുള്ള കൺട്രീസിൽ പോയിട്ടുണ്ട്. അപ്പോ എന്താണ്, നമ്മൾ പണ്ട് ചെയ്തൊരു ആക്ഷൻ, എപ്പോഴോ ചെയ്തേക്കുന്ന ആക്ഷൻ ഇപ്പോഴത്തെ ലൈഫിനോട് കണക്ഷൻ ഉണ്ടെന്നാണെങ്കിൽ അവിടെ ഈ പറയുന്ന V3 ഉപയോഗിക്കാം. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഹാസ് ഗോണിന്റെ പകരം ഹാഡ് ഗോൺ ഉപയോഗിക്കും. ഹാഡ് ഗോൺ ഉപയോഗിക്കും. അതെപ്പോഴാന്ന് പറയട്ടെ, നമ്മൾ ചെയ്ത ഒരു കാര്യം നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒരു കാര്യം കൂടി ചെയ്തു കഴിഞ്ഞിട്ടുണ്ടാവണം. അതായത് 2 പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം, അത്രേ ഉള്ളൂ. ഒരു സെന്റൻസിൽ 2 പാസ്റ്റ് ടെൻസ്. അതായത് അവള്
ഇറ്റലിക്ക് പോയതിനേക്കാൾ മുമ്പ് ഒരു 3-4 തവണ UK പോയിട്ടുണ്ട്. അപ്പൊ നോക്കി, അവൾ ഇറ്റലിയിലും പോയിട്ടുണ്ട് UK-യിലും പോയിട്ടുണ്ട്. 2 പാസ്റ്റ് ടെൻസ് വന്നാണ്ടോ. അതായത് അവള് ഇറ്റലിയിലേക്ക് പോകുന്നതിനേക്കാള് മുമ്പ് തന്നെ ഒരു 3-4 തവണ UK പോയിട്ടുണ്ട് എന്ന് പറയുമ്പോൾ അവള് UK-യിലും പോയി ഇറ്റലിയിലും പോയി. 2 പാസ്റ്റ് ടെൻസ് വന്നു. ആ കേസിലാണ് എന്തുപയോഗിക്കേണ്ടത്? ഹാഡ് പ്ലസ് V3 ഉപയോഗിക്കേണ്ടത്. മനസ്സിലായോ? പക്ഷെ ഒരു തവണ ചെയ്ത എന്തോ ഒരു പാസ്റ്റ് ടെൻസിൽ ഒരു കാര്യം ഇപ്പോഴും കണക്ഷൻ ഉണ്ടെന്നാണെങ്കിൽ അവിടെ ഹാസ് പ്ലസ് V3 അല്ലെങ്കിൽ ഹാവ് പ്ലസ് V3 ഉപയോഗിച്ചാൽ മതി. പകരം 2 കാര്യങ്ങൾ പാസ്റ്റ് ടെൻസിൽ വന്നിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ഒരു കാര്യം ഓൾറെഡി ചെയ്തു പിന്നെയും അതായിട്ട് കണക്ട് ചെയ്തേക്കുന്ന കാര്യം ചെയ്ത് കഴിഞ്ഞു എന്നാണെങ്കിൽ, ഓക്കെ, അവിടെ നമ്മൾ എന്താണ്? ഹാഡ് പ്ലസ് V3 ആണ് ഉപയോഗിക്കേണ്ടത്. ഓക്കെ, ഇനി ശ്രദ്ധിച്ചോളൂ. നെക്സ്റ്റ് വൺ ഇസ് V4, ഗോയിങ്. ഗോയിങ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്? ഗോയിങ് എന്ന് പറഞ്ഞാല് ഇപ്പൊ നമ്മള് പ്രസന്റ്ലി ഇപ്പൊ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഗോയിങ് ING ഉപയോഗിച്ച് പറയാം. പാസ്റ്റ് കണ്ടിന്യൂസ് ആണെങ്കിൽ ING ഉപയോഗിച്ച് പറയാം. ഫ്യൂച്ചർ കണ്ടിന്യൂസ് ആണെങ്കിൽ ING ഉപയോഗിച്ച് പറയാം. സോ ഇപ്പൊ നമ്മൾ നോക്കിയേ, ഐ എം ഗോയിങ് ടു ദി ഓഫീസ്. ഞാനിപ്പോ ഓഫീസിലേക്ക് പോവാണ്. അവിടെ ഗോയിങ് അതായത് GO പ്ലസ് ING കണ്ടോ, പല രീതിയിൽ ഉപയോഗിക്കേണ്ട. ഐ എം ഗോയിങ് ടു ദ ഓഫീസ് എന്ന് പറയുമ്പോൾ ഈ പറയുന്ന V4 ആണ് ഉപയോഗിക്കേണ്ടത്. കണ്ടിന്യൂസ് ടെൻസ് പറയുമ്പോൾ എസ്പെഷ്യലി അവിടെ എന്താ ING ഉപയോഗിച്ച് പറയാം. അപ്പോ അതിൽ ഒരെണ്ണം മാത്രം നമ്മൾ പ്രസന്റ് കണ്ടിന്യൂസ് ടെൻസിൽ മാത്രമേ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. ഗോയിങ് പല രീതിയിൽ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ഓക്കെ, നെക്സ്റ്റ് വൺ V5. V5 എന്ന് പറഞ്ഞാൽ ഗോസ്. ഇവിടെ നമ്മള് ഐയുടെ കൂടെ ഗോ ആണ് പോള്. ഗോസ് പോ ഇല്ല. ഷീയുടെ കൂടെയും ഹീയുടെ കൂടെയും ഇറ്റിന്റെ കൂടെയും നമുക്ക് കയറി V1 ഉപയോഗിക്കാൻ പറ്റുമോ? ഇല്ല. അതിന് പകരം നമ്മൾ ഡയറക്ട്ലി കയറി എന്ത് ഉപയോഗിക്കണം? V5 ഉപയോഗിക്കണം. അത്രേ ഉള്ളൂ. ഷീ ഗോസ്, ഹി ഗോസ്, ഇറ്റ് ഗോസ്. കണ്ടോ? കാരണം ഇവരുടെ കൂടെ നമുക്ക് ഈ ഗോ എന്നുള്ള V1 ഉപയോഗിക്കാൻ പറ്റില്ല. പകരം ഇതേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. സോ അതുകൊണ്ടാണ് അവിടെ V5 ആയിട്ടുള്ള ഗോസ് ഉപയോഗിക്കുക. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഷീ ഗോസ് ടു ദി ജിം എവറി മോർണിംഗ്. അവൾ എല്ലാ ദിവസവും ജിമ്മിൽ പോവാറുണ്ട്. അവിടെ നമുക്ക് ഡെയിലി ചെയ്യുന്ന കാര്യമായതുകൊണ്ട് എന്താണ്? ഗോസ് എന്നുള്ള സിമ്പിൾ പ്രസന്റ് ടെൻസിൽ ഉപയോഗിക്കുന്ന വാക്കാണ്. അതായത് ഓർക്ക, സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്നത് ഗോസ് ആണ്. ഓക്കെ, ഒരാളാണ് പ്രവൃത്തി ചെയ്തതെന്ന് പറയുമ്പോൾ അവിടെ വരേണ്ടത് V5 ആണ്. V1 എവിടെയാണ്? IUVയുടെ പിന്നെ പ്ലൂറലിന്റെ കൂടെയാണ് V1. V5 ആണ് എന്തിനു ഉപയോഗിക്കേണ്ടത്? ഹി, ഷീ, ഇറ്റ് അല്ലെങ്കിൽ സിംഗുലർ സബ്ജക്റ്റിന്റെ കൂടെ ഉപയോഗിക്കേണ്ടത്. അപ്പൊ ഓർക്ക, V1ന്റെ V5ന്റെ പേർപ്പസ് ഓൾമോസ്റ്റ് ചില സ്ഥലങ്ങളിൽ സിമിലർ ആണ് എന്ന് എഴുതി. ഇപ്പൊ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് വേറൊരു എക്സാമ്പിൾ പറയട്ടെ. എപ്പോഴും ഇതിന്റെ പർപ്പസ് സെയിം ആണെന്ന് പറയാൻ പറ്റില്ല. V1ന്റെ V5 എപ്പോഴും ഒരേപോലെ എന്നല്ല. ബട്ട് ചില കാര്യങ്ങളിൽ V1ഉം V5ഉം നമുക്ക് സെയിം ആയിട്ട് തന്നെ ഉപയോഗിക്കാനായിട്ട് പറ്റും. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ V1 to V5 വരെയുള്ള